വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കിച്ചണിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. എൻ്റെ കൂടെ ഉമ്മ ഉണ്ട് ഹെൽപ്പാക്കാൻ. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീസി റഷ്യൻ സമോസയാണ്. ആൻഡ് ഇൻസ്പയർഡ് ബൈ ഷെമിസോൺ. ഇത് കണ്ടിട്ടാകുമ്പോഴേണ്ട് ഉമ്മ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അറിയുന്നത്. ആൻഡ് ടുഡേ വി ആർ ട്രൈയിങ് ദിസ് സമോസ. ഓഫ് കോഴ്സ് ഉമ്മ ചെല്ലിയപ്പോൾ എനിക്ക് ആക്കാമെന്ന് വിചാരിച്ച് എനിക്കൊരു വ്ളോഗും കിട്ടി. നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് താഴെ ഞാൻ വേണമെങ്കിൽ കൊടുക്കുക. ആൻഡ് ഇതിലെടുത്തിട്ടുണ്ട് കാബേജ്, ക്യാരറ്റ്, ഓണിയൻ, ഗാർലിക്, ചില്ലി ആൻഡ് ബട്ടറാണ്. ആൻഡ് ഒരു പാൻ എടുത്ത് അത് ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ക്യൂബ്സ് ബട്ടർ ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മെൽറ്റായി വരും. ബട്ടർ ഉണ്ടെങ്കിൽ അതിന് മാക്സിമം ഇടാൻ നോക്കുക, ഓയിൽ ഒഴിവാക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ആൻഡ് അതിലേക്ക് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള വെജീസ് എല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം വെള്ളി നീരുള്ളി 1 കപ്പ് ഇട്ടിന്, പിന്നെ ക്യാരറ്റ് 1 കപ്പ്, കാബേജ് മാത്രം ഞാൻ കുറച്ചുകൂടി അധികം എടുത്തിട്ടുണ്ട്. എന്നിട്ടായിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആൻഡ് ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ്സ് കുക്കാക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടാവും. ആൻഡ് അത് ഞാൻ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതേ സെയിം പാനിൽ തന്നെ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ബട്ടറിന് 1 സ്പൂൺ മൈദ. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടി കൊടുക്കുക. ആൻഡ് നമുക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കണം. ആൻഡ് അതിലേക്ക് നമുക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് ഈ തിക്ക് പേസ്റ്റ് ആകുന്നവരെ മിക്സ് ആക്കുക. 1 പിഞ്ച് സാൾട്ടും 1 പിഞ്ച് പെപ്പറും ഇട്ട് കൊടുക്കുക. പിന്നെ തിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലയിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി മിക്സ് ആക്കുക. ആൻഡ് അത് മിക്സ് ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മസാലയൊന്നും കൂടി ഇട്ടിട്ട് ഇത് 3ഉം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അത് തിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലയിക്കാൻ കഴിയും. അങ്ങനെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്വീറ്റ്സിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ട് അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ചീസ് മൊസറല്ലാൻ്റെ ഇത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് വെക്കാൻ. ആൻഡ് പിന്നെ എല്ലാവർക്കും അറിയുമല്ലോ സമൂസ എങ്ങനെ ഉണ്ടാക്കില്ല, അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ആക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വ്ളോഗ് വേണമെങ്കിൽ ടു കമൻറ്റ്. ഓക്കെ, നിങ്ങൾ ഇടയില്ലെന്ന് അറിയും, അപ്പം ഞാൻ ജസ്റ്റ് ചെല്ലിയെന്ന് മാത്രം. നമുക്ക് നമ്മളവിടെ കുറച്ച് ചാമ്പങ്ങയാണ് ഗൈസ്, റോസ് ആപ്പിൾ തട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് സമോസ ഓരോന്നായിട്ട് ഓയിലിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ. സമോസ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതെടുക്കാവുന്നതാണ്. ആൻഡ് ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടിടാം. വാങ്ങിക്കാൻ സമയമായിരുന്നു. സോ അറിയാം, ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലത്തെ ഹോം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഗാർഡനിലും കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, എത്ര ദിവസമായി അറിയോ ചൂട്. ചൂടത്ത് നോമ്പ് നോക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ചാമ്പങ്ങൻ്റെ 2 ഐറ്റംസ്. ആൻഡ് ഇതായിരുന്നു ആ ചാമ്പങ്ങൻ്റെ മരം. നോക്കും എത്ര ചാമ്പങ്ങ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് 2 ദിവസത്തിൽ പറിച്ചിട്ട് എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ താഴെ നോക്കാം. ഇങ്ങനെല്ലാം കുറേ വീണിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നല്ല തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇത് പൂത്തിന് പറിക്കാനായെന്ന് തോന്നുന്നു, ബട്ട് ഞാൻ പറിച്ചാൽ എന്നെ ഉമ്മ കൊന്നില്ലു. സോ നമുക്ക് വിട്ടേക്കാം. ബൈ. ആൻഡ് ഇതാണ് അമ്പാങ്.
യുനോ അമ്മ അങ്ങോട്ടൊന്ന് പൊത്തിനെന്ന് തോന്നുന്നു ഗൈസ്. ഇത് പൊക്കാനായി. ഓക്കെ, ഇത് നമുക്ക് പറിക്കാം, നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം തിന്നാം. ഓക്കെ, ഇസുണ്ട് ഞാൻ വരുമ്പോ കുമ്മെല്ലാം കോരി എടുത്തിട്ടിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ അങ്ങനെ ലാസ്റ്റത്തെ സെക്ഷൻ ആയിരുന്നു ഇത്. അങ്ങനെ ഓരോന്നായിട്ട് അതും നമുക്ക് ഗോൾഡൻ ഷേപ്പ് കളറായിരുന്നു വെട്ടോ. സെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളുടെ ചീസി റഷ്യൻ സമോസ റെഡി ആയിട്ടുണ്ട്. റിവ്യൂ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ ഇസ? ഇനോന്റെ വക നല്ല ഷമാമ ഷേക്ക് ആക്കുന്നുണ്ട്. ഷമാമും ഈത്തപ്പായം വെച്ചിട്ടാണ്. ഷമാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സമോസ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ റഷ്യൻ ചീസി സമോസ റെഡി ആയിട്ടുണ്ട് അല്ലേ ഇസ? ഇതിന്റെ റിവ്യൂ നമ്മൾ പറയുന്നതല്ലേ ഗൈസ്? അപ്പൊ നമ്മ നോമ്പ് തുറന്നിട്ടായിട്ട് ഇതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. നോമ്പ് തുറക്കാം. ഈത്തപ്പായം, വെള്ളം, ബത്തക്ക ജ്യൂസ്, ബത്തക്ക, നമ്മളുടെ ചീസി റഷ്യൻ സമോസ, അട്ടിപ്പത്തിരി ആൻഡ് കട്ട്ലേറ്റ്. ഇത്രയാണ് നോക്കാനുള്ളത്.